നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGSന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുവരെ എവിടെ വരെ എത്തി എന്നൊന്ന് അറിയണ്ടേ? നോക്കിക്കേ, നമ്മൾ ഇതുവരെ പഠിച്ചെത്തിയ ടോപ്പിക്കുകളാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, ദേശീയഗാനം, പെരിയാർ നദി, മനുഷ്യാവകാശ കമ്മീഷൻ, വൈറ്റമിൻസ്, ചന്ദ്രയാൻ, അയ്യങ്കാളി വരെ എത്തി അല്ലേ? അപ്പൊ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാത്സ് ഒന്ന് എടുത്ത് തരാമോ എന്നുള്ളത്. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്സിനകത്തുള്ള ആവറേജ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുമല്ലോ? ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. സാധാ മെത്തേഡുകളെല്ലാം നിങ്ങൾക്ക് ഇപ്പം എൻട്രി ആപ്പിലെ ക്ലാസ്സസിലായാലും അല്ലാതെയുള്ള മാത്സ് ക്ലാസ്സസിലായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സിലൂടെ എങ്ങനെ ആൻസറിലേക്ക് പോകാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നു കരുതുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയുള്ള ക്ലാസ്സുകൾക്കും നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. ശരാശരിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പല രീതിയിൽ ഈ ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇതാണ്. 10, 20, 30, 40, 50, 60 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഒരു തുടർച്ചയായ, ഇവിടെ കണ്ടോ, ഇത് തുടർച്ചയായ സീരീസ് ആണ് അല്ലെ? അപ്പൊ ഈ തുടർച്ചയായ സീരീസിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ശരാശരി എന്ന് പറയുന്നത് ആവറേജ് ഇസ് ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയെടുത്ത് ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി സമയം പോകുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്ക് അത്രത്തോളം ഒന്നും പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കിതാ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള സെയിം ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. ഏതാണ്? ആദ്യ സംഖ്യ, ഓക്കെ, ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ, ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, ഇനി അവസാന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോ 10 + 60 ഡിവൈഡഡ് ബൈ 2, അതായത് 70 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് എത്രയാണ് ആൻസർ വരുന്നത്? 35 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡിലൂടെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. സാധാരണ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇതെല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സീരീസ് തരികയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 10ന്റെ ഗുണിതങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കാം? അതായത് ഈ ഇക്വേഷൻ ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നോക്കൂ, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ, ഓക്കെ, ഒറ്റ സംഖ്യകൾ വരുമ്പോൾ ആകാം. അതുപോലെ തന്നെ എന്താണ്? എണ്ണൽ സംഖ്യകൾ, ഓക്കെ, ഒറ്റ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഓക്കെ, പിന്നെ ഗുണിതങ്ങൾ, ഓക്കെ, ഗുണിതങ്ങൾ, പിന്നെന്താണ്? പിന്നെന്താ വരുന്നുണ്ട്? അർത്തമെറ്റിക് പ്രോഗ്രഷൻ വരുന്നുണ്ട്. അതായത് സമാന്തര ശ്രേണികൾ അല്ലെ? സമാന്തര ശ്രേണികൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീരീസ് തന്നിട്ട്, ഓക്കെ, ഇരട്ട സംഖ്യകൾ, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ, അല്ലെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ, അല്ലെങ്കിൽ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ, അല്ലെങ്കിൽ തുടർച്ചയായ ഗുണിതങ്ങളുടെ, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സമാന്തര ശ്രേണികൾ തന്നിട്ട് അവരുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയാകും കേട്ടോ. ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആവറേജ് കിട്ടും. മനസ്സിലായോടാ? ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അത് ഇങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് ടേംസിന് ഇടയ്ക്കുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു ശ്രേണികൾ എടുത്തോട്ടെ, അവരുടെ രണ്ടിപ്പം ഏതെങ്കിലും ABCD എന്ന് പറഞ്ഞു ഏതെങ്കിലും ശ്രേണി തന്നിട്ട് ഇവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം 4 ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ല എല്ലാത്തിനും 4 വരാം. ഓക്കെ, അങ്ങനെ എന്താണ് കോമൺ ഡിഫറൻസ് വരുന്നത്? രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമാണെങ്കിൽ അത്തരത്തിലുള്ള ശ്രേണികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെടുത്തിടാം? നമ്മുടെ ഈ ഇക്വേഷൻ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ഇട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ദാ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് പെട്ടെന്ന് ചെയ്തേ. എന്താണ്? 2, 4, 6, 8, 10, 12 എന്നീ സംഖ്യകളുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള ഒരു സീരീസ് നമുക്ക് നേരിട്ട് തന്നേക്കാണ്. ഓക്കെ, ഒരു ശ്രേണി നമുക്ക് നേരിട്ട് തന്നിട്ട് ശരാശരി കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാ? ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടില്ല. എന്താണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് 12 പ്ലസ് 2 എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 7 ആണ് ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഒരു ശ്രേണി തന്നിട്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എണ്ണൽ സംഖ്യകളുടെയോ ഇരട്ട സംഖ്യകളുടെയോ ഒറ്റ സംഖ്യകളുടെയോ ഗുണിതങ്ങളുടെയോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയോ തന്നിട്ട് ശരാശരി കാണാൻ പറഞ്ഞാൽ നമ്മളിടും എന്താണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത നോക്കിക്കേ, എ ബി സി ഡി ഇ എഫ് ഓക്കെ എന്നീ സംഖ്യകളുടെ ശരാശരി. ഇപ്പൊ നമുക്കിത് ഏത് ശ്രേണിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ദാ എന്താണ്? നമ്മൾ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടുത്തെ ആദ്യ സംഖ്യ എ ആണ്, ഇവിടുത്തെ അവസാന സംഖ്യ എഫ് ആണ്. അങ്ങനെയെങ്കിൽ എ പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണോ ആൻസർ? കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഓപ്ഷനകത്ത് കൊടുത്തിരുന്നത്. എന്നാൽ ഇത് മാത്രമല്ല ആൻസർ. പിന്നെ ഏതൊക്കെ ആൻസർ വരാം? നമുക്കറിയാം എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇവിടെ തുക എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം കൂടെ നിരത്തി പിടിച്ചങ്ങ് കൂട്ടി വെക്കുക. അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് ഓക്കെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കരുത്, എണ്ണമാണ് കൊടുക്കേണ്ടത്. എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. സോ 6. ഇതും എന്താണ്? ആവറേജ് കാണുന്നതിനുള്ള ശരാശരി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി വേറൊരു രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആവറേജ് കാണാം. അതായത് നടുക്ക് കിടക്കുന്ന സംഖ്യ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. ഒരു ശ്രേണി തന്നാല് അതിന് നടുക്ക് കിടക്കുന്ന സംഖ്യ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ നടുക്ക് ഇല്ല. ഓക്കെ, നടുക്ക് ഒരു സംഖ്യ ഇല്ല. അങ്ങനെ നടുക്ക് സംഖ്യ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് എന്ന് പറയുന്നത് തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന 2 സംഖ്യ ഉണ്ടല്ലോ, അതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ശ്രേണിയുടെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ? ബേസിക് ആയിട്ട് ഇതൊരു ഇക്വേഷൻ ആണ്, ഇത് കോമൺ ഇക്വേഷൻ ആണ്. പിന്നെ നമുക്ക് ഈ നടുക്ക് സെന്ററിൽ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം? സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. ഓക്കെ, മാത്സ് ഒക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അയ്യേ ഇതൊക്കെ എന്താണെന്നൊക്കെ തോന്നും. പക്ഷേ കമ്പനി ബോർഡ് LGSന് ഒന്നേന്നും പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, മാത്സ് ഒട്ടും അറിഞ്ഞുകൂടാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കേട്ടോ. എന്തെങ്കിലും പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക കേട്ടോ. ഞാൻ മാത്സ് ഫാക്കൽറ്റി അല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ മാത്സ് അങ്ങനെ കൂടുതലായിട്ട് ഡീൽ ചെയ്തിട്ടില്ല. മാത്സിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു സീരീസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് നിങ്ങളുടെ റിക്വയർമെന്റ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഗ്രഫി ക്ലാസ്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. വഴിയെ ഞാൻ അതൊക്കെ എടുത്തു തരാം കേട്ടോ, പറ്റുന്നത് പോലെ എടുത്തു തരാം. സോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. അതായത് ഒരു സീരീസ് തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുകയാണ്? നമ്മളോട് ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 80 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 80 വരെ. ഓക്കെ, നേരത്തെ എന്തായിരുന്നു? ഒരു സീരീസ് നേരിട്ട് തന്നിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ശരാശരി കാണാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. പകരം 80 വരെയുള്ള എന്നാണ് പറയുന്നത്. 80 വരെയുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ സീരീസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നേരത്തെ ആ ഇക്വേഷൻ ഇട്ടങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ ചോദിക്കുമ്പോൾ 80 വരെ 60 വരെ 90 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായി തെറ്റിപ്പോകാതെ എന്ത് ചെയ്യുക?
സീരീസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ ആണോ? റെഡി ആണോ? ഓക്കെ, അങ്ങനെ നോക്കിക്കേ, 80 വരെയുള്ള ഒറ്റ സംഖ്യകൾ. ഓക്കെ, 80 വരെ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത്, ഒറ്റ സംഖ്യ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 1 നിന്നാണല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ 1, 3, 5 തുടങ്ങി എവിടെ വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനകത്ത്? 80 വരെ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ഇവിടെ 80 എഴുതാൻ പോകുമ്പോ നിങ്ങൾ അവിടെ നിന്ന് പുറമേ നിന്ന് വിളിക്കും, എന്താണ് 80 എഴുതല്ലേ എന്ന് പറയും. എന്താ കാര്യം? എന്താണ് കാരണം? 80 എന്തല്ല? ഒറ്റ സംഖ്യ അല്ല. അപ്പോ അവിടെ അവസാനം കൊണ്ടുപോയി 80 എഴുതി വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്താണ്? 80 വരെ എന്നല്ലേ പറയുന്നത്. അപ്പൊ 80ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എടുക്കുക. ഏതാണ് ആ ഒറ്റ സംഖ്യ? 79 ആണ് അല്ലേ? 81 എടുക്കുവോ? 80 വരെ എന്ന് പറഞ്ഞാൽ 81ലോട്ട് പോവല്ലേ? 80ന് ശേഷമാണ് 81 വരുന്നത്. 80 വരെ എന്ന് പറയുമ്പോൾ 80ന് മുമ്പുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് തെറ്റിപ്പോകാത്ത രീതിയിൽ ആ സീരീസ് കണ്ടുപിടിച്ചോ? പിടിച്ചു. അപ്പോ നോക്കി, 80 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ സീരീസ് കണ്ടുപിടിക്കുക. ഓക്കെ, വരെ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് 1 നിന്നാണ്. ഓക്കെ, അവസാനം 79 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. 80 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാ വരുന്നത്? 40 ആണ് ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ഡയറക്റ്റ് സീരീസ് വരുമ്പോൾ ചെയ്തു. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സീരീസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ആൻസറിലേക്ക് പോയി. ഇനി നോക്കിക്കേ, 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. 30 വരെയുള്ള ഇരട്ട സംഖ്യകൾ എടുക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 30 വരെ എന്ന് പറയുമ്പോഴത്തേക്കും ഇരട്ട സംഖ്യ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 2 നിന്നല്ലേ? 2, 4, 6, 8 തുടങ്ങി എവിടെ പോണം? 30 വരെ എന്ന് പോണം. 30 എഴുതട്ടെ? എഴുതിക്കോളാവോ? എഴുതട്ടെ? 30 എഴുതാം. കാരണം എന്താണ്? ഇവിടെ ഇരട്ട സംഖ്യയല്ലേ ചോദിച്ചത്. 30 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമ്മുടെ സീരീസ് നമുക്ക് കിട്ടി അല്ലെ? അങ്ങനെയെങ്കിൽ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സീരീസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്, which is equal to 32 divided by എന്താണ്? 2 ആണ്. ഓക്കെ, 32 divided by 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഉത്തരം വരുന്നത്? 16 എന്ന് ഉത്തരം വരും അല്ലേ? അപ്പൊ മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് പോകാം. 97 വരെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ ശരാശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സീരീസ് കണ്ടുപിടിക്കുക. 95ന്റെ ഗുണിതങ്ങളല്ലേ ചോദിക്കുന്നത്. അപ്പൊ 5ന്റെ ഗുണിതം തുടങ്ങുന്നത് നമുക്കറിയാം 5ൽ നിന്നാണ്. 5, 10, 15 എക്സെട്ര അപ് ടു എവിടെ വരെയാണ്? പറഞ്ഞേ, 97 വരെ എന്നാണ് പറയുന്നത്. അപ്പൊ 97 എഴുതട്ടെ? എഴുതാൻ പാടില്ല. കാരണം എന്താണ്? 97 ഒരു 5ന്റെ ഗുണിതമല്ല. പിന്നെ ഏതാണ് 97 അല്ലാതെ 5ന്റെ ഗുണിതമായിട്ട് വരുന്നത്? ഏതാണ്? 100 എഴുതാൻ പറ്റുമോ? ഇല്ല, 97 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക? ഇവിടെ നമ്മള് 95 എടുക്കുക. 95 കഴിഞ്ഞാലാണ് 97 വരുന്നത്. അതിനുശേഷമാണ് 100 വരുന്നത്. 100 എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? വരെയുള്ള എന്ന വാക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആൻസർ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? അപ്പൊ ആദ്യമേ സീരീസ് തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇങ്ങനെ വരെയുള്ള, ഇതിനിടയിലുള്ള അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം ആ സീരീസ് കൃത്യമായിട്ട് തെറ്റിപ്പോകാതെ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയാകും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 10നും 80നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 10നും 80നും ഇടയിലുള്ള. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒറ്റ സംഖ്യകളാണ്. എന്തിനൊക്കെ ഇടയിലുള്ളതാണ്? 10നും 80നും. ഓക്കെ, അപ്പൊ 10 എഴുതട്ടെ? 10 എഴുതാൻ പറ്റുമോ? 10 ഒരു ഒറ്റ സംഖ്യ ആണോ? അല്ല. അപ്പൊ 10നും 80നും ഇടയിലാണ്. അതായത് 10ന് ശേഷവും 80ന് ഇപ്പുറത്തും. ഓക്കെ, 10നും 80നും ഇടയിലാണ്. ഓക്കെ,
അപ്പോ 10 എഴുതാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യാം? 11 എഴുതാം. ഓക്കെ, 11 ഒരൊറ്റ സംഖ്യയാണ്. 12 എഴുതാൻ പറ്റത്തില്ല, 13 എഴുതാം. അങ്ങനെ പോയിട്ട് എവിടെയാണ്? 80 വരെ എന്നാണ് പറയുന്നത്. 80 ഒരൊറ്റ സംഖ്യയാണോ? അല്ല, 80 ഇരട്ട സംഖ്യയാണ്. സോ നമ്മൾ 79 എഴുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ്? ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2. 79ഉം 11ഉം കൂടെ വരുമ്പോഴത്തേക്കും 89 90 ഡിവൈഡഡ് ബൈ 2 which is equal to എന്ത് വരും? 45 എന്ന് ഉത്തരം വരും. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ അത് ശ്രദ്ധിച്ച്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം സീരീസ് പോകാൻ. സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആ മെത്തേഡ് കഴിഞ്ഞു, ആ തരത്തിലുള്ള പ്രോബ്ലംസ് കഴിഞ്ഞു, ആ ഒരു ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? രണ്ട് കാര്യങ്ങൾ, 2 ടൈപ്പുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ശ്രേണികൾ തന്നിട്ട് ശരാശരി കാണാൻ പറഞ്ഞാൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഇനി അടുത്ത എന്തായിരുന്നു? നമ്മളടുത്ത് ഒരു 20 വരെ 30 വരെ 20നും 30നും ഇടയിൽ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കിയിട്ട് അതിന്റെ സീരീസ് സെറ്റ് ചെയ്യുക. ശേഷം ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതായത് നോക്കിക്കേ, നിങ്ങളോട് ചോദിക്കുകയാണ് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ഇവിടെ 100 വരെ അല്ലെങ്കിൽ 50 വരെ അല്ലെങ്കിൽ 20 വരെ എന്നല്ല ചോദിക്കുന്നത്, എണ്ണമാണ്. ഓക്കെ, നിരത്തി പിടിച്ച് എണ്ണുന്നതാണ്. ഓക്കെ, 1 3 അങ്ങനെ തുടങ്ങി ഓരോന്ന് എണ്ണുമല്ലോ. 1 2 3 4 എണ്ണുമല്ലോ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളെ എന്താണ് ഇരട്ട സംഖ്യകൾ എടുക്കാം. 2 4 6 8 10 തുടങ്ങിയ ഇരട്ട സംഖ്യകളെ നമ്മൾ എണ്ണുമ്പോ എത്രയാണ്? 1 2 3 4 5. അപ്പൊ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ഈ സംഭവമാണ് വരുന്നത്. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നേരത്തെ നമ്മൾ പഠിച്ച പാറ്റേൺ എന്തായിരുന്നു? 5 വരെ, ഓക്കെ, 10 വരെ അങ്ങനെയാണ് പഠിച്ചത്. അതായത് ഈ നമ്പർ വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയല്ല, എണ്ണം വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എണ്ണത്തിന്റെ എണ്ണം ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിക്കാന്ന് വെച്ചാല്, നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആദ്യത്തെ ഈ വാക്ക് കാണുന്നു. ഓക്കെ, ആദ്യത്തെ എന്നുള്ള വാക്ക് കാണുന്നു, എണ്ണൽ എന്നുള്ള വാക്ക് കാണുന്നു. ഓക്കെ, ഒരു ചോദ്യത്തിനകത്ത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, അവിടെ 2 വാക്കുകൾ വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു കോഡ് എടുത്തിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാണ്? ആദ്യത്തെ എന്നുള്ള വാക്കും വരണം, അതുപോലെ തന്നെ എണ്ണൽ എന്നുള്ള വാക്കും വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ ചെയ്ത് നോക്കാനൊന്നും പോണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. അതായത് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യന്റെ പകുതി എടുക്കുക. ഓക്കെ, 10 തന്നാല് 10ന്റെ പകുതി 5 എടുക്കുക. 5ന്റെ കൂടെ 0.5 കൂടെ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 100ന്റെ പകുതി 50 എടുക്കുക. 50ന്റെ കൂടെ 0.5 കൂട്ടുക. 50.5 ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 20ന്റെ പകുതി എടുക്കുക, 10 എടുക്കുക, 10നകത്ത് ഒരു 0.5 കൂട്ടുക, 10.5 ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോടാ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ഒരു സെക്ഷൻ നോക്കിക്കേ. ആദ്യത്തെ എന്നുള്ള ഒരു വാക്കുണ്ട്, അവിടെ ഇരട്ട എന്നുള്ള ഒരു വാക്കുണ്ട്. ഓക്കെ, ഇവിടെ എണ്ണലായിരുന്നു, എന്നാൽ ഇവിടെ ഇരട്ട വരുന്നു. നമുക്കറിയാം ഒന്നിനോട് ഒന്ന് ചേരുമ്പോഴാണ് നമ്മൾ ഇരട്ട എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഇവിടെ ഒരു നമ്പർ തരും. ഓക്കെ, 10 20 10 100 200 എന്തെങ്കിലും തരും. അതിന്റെ കൂടെ എന്ത് തരും? ആദ്യത്തെ 200 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഷോക്ക് അടിച്ച് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആണ്. ആ 200ന്റെ കൂടെ തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ 1 കൂട്ടണമെങ്കിൽ അവിടെ ഏത് വാക്ക് വരണം? ഇരട്ട എന്നുള്ള വാക്ക് വരണം കേട്ടോ. ഇരട്ട എന്നുള്ള വാക്ക് വരണം.
ആദ്യത്തെ എന്നുള്ള വാക്കും വരണം. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ നമ്പർ ശ്രദ്ധിച്ചാൽ മതി. 100 ആണെങ്കിൽ 100 + 1 101, 1000 ആണെങ്കിൽ 1001, ഇങ്ങനെ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. ആദ്യത്തെ ഡാഷ് ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പോണ്ട. ക്വസ്റ്റ്യനിൽ 10 ആണോ 20 ആണോ നോക്കിയാൽ അതായിരിക്കും അതിന്റെ ആൻസർ. തന്നിരിക്കുന്ന സംഖ്യ തന്നെ ആയിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതായത് ഈ കോഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? അത് കൃത്യമായിട്ട് ആദ്യത്തെ എന്നുള്ള വാക്കുണ്ടോ, എണ്ണൽ സംഖ്യ ആണെങ്കിൽ പകുതി എടുത്തിട്ടേ 0.5 കൂട്ടാവുള്ളൂ. നമ്മള് പകുതി എടുക്കുന്ന കാര്യം മറന്നുപോകും. ഇപ്പൊ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞിട്ട് നമ്മൾ പകുതി എടുക്കുന്ന മറന്നു പോകും. നമ്മൾ നോക്കുമ്പോൾ 100ന്റെ കൂടെ 0.5 കൂട്ടി അങ്ങ് വെക്കും. നോക്കുമ്പോൾ ഓപ്ഷനകത്ത് ആദ്യം ഓപ്ഷൻ എ 100.5 എന്നായിരിക്കും ആൻസർ കിടക്കുന്നത്. നമ്മൾ ഓടിപ്പോയി കുത്തും. അവിടെ നമ്മൾ പകുതി എടുക്കുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ആദ്യത്തെ ഡാഷ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ പകുതി പ്ലസ് 0.5 കൊടുക്കുക. ഇനി ആദ്യത്തെ ഡാഷ് ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ എന്ത് കൂട്ടുക? 1 കൂട്ടുക. ഇനി ആദ്യത്തെ ഡാഷ് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ദാ ശ്രദ്ധിച്ചേ, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ ദാ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇവിടെ ആദ്യത്തെ എന്നുള്ള വാക്കുണ്ട്, എണ്ണൽ എന്നുള്ള വാക്കുണ്ട്. അങ്ങനെയെങ്കിൽ പകുതി പ്ലസ് 0.5 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പകുതി പ്ലസ് 0.5 ആണ്. അതായത് 100ന്റെ പകുതി 50, 50.5 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ആൻസറിലേക്ക് പോകും. ഇനി നോക്കിക്കേ, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 25ന്റെ പകുതി 12.5, അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 0.5 കൂട്ടിയാൽ മതി. അതായത് 13 ആയിരിക്കും അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി. അവിടെ ആദ്യത്തെ എന്നുള്ള വാക്കുണ്ട്, ഇരട്ട എന്നുള്ള വാക്കുണ്ട്. ഇരട്ട എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അതായത് 50 + 1 which is equal to 51 ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നോക്കിക്കേ, ആദ്യത്തെ 70 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ ഒറ്റയാണ്. ഒറ്റ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് ഇട്ടിരുന്നാൽ മതി അല്ലെ? ഒറ്റയാകുമ്പോ ഒറ്റയ്ക്ക് ഇട്ടിരുന്നാൽ മതി. ആൻസർ എന്ന് പറയുന്നത് 70 ആയിരിക്കും. നമുക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലെ ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ദാ ശ്രദ്ധിച്ചോണേ. 5 സംഖ്യകളുടെ ശരാശരി x ആണ്. ഓരോ സംഖ്യയോടും 4 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയാണ്? ശ്രദ്ധിച്ചിരിക്കുക. 5 സംഖ്യകളുടെ ശരാശരി. നിങ്ങൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. ദാ ശ്രദ്ധിച്ചേ, ഏതോ ഒരു 5 സംഖ്യകൾ. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം. നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രം എക്സാമ്പിൾ എടുക്കുകയാണോ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ABCDE എന്ന് പറയുന്ന 5 സംഖ്യകൾ. ഇതിന്റെ ശരാശരി അവർ ചെയ്തപ്പോൾ x എന്ന് പറഞ്ഞ ഏതോ ഒരു നമ്പർ കിട്ടി. ഇനി ഓരോ സംഖ്യയോടും അതിനുശേഷം അവർ എന്ത് ചെയ്യാണ്? ഓരോ സംഖ്യയോടും 4 വീതം കൂട്ടുകയാണ്. അതായത് A+4 ആക്കുന്നു, B+4 ആക്കുന്നു, C+4 ആക്കുന്നു, D+4 ആക്കുന്നു. അങ്ങനെ ഓരോ സംഖ്യയോടും അവര് എന്ത് ചെയ്തു? 4 കൂട്ടി. അപ്പോൾ ഇവിടെ ആവറേജ് എത്ര വരും? അതായത് പഴയ ശരാശരി x ആയിരുന്നു, പുതിയ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഏത് ഓപ്പറേഷൻ ആണോ ചെയ്തത് ആ സെയിം ഓപ്പറേഷൻ പഴയ ശരാശരിയോടൊപ്പം ചെയ്തു കൊടുത്താൽ മതി. അതായത് x+4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ ശരാശരി കിട്ടും. മനസ്സിലായോ? സിമ്പിൾ കാര്യമാണ്. അതായത് ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, ഒരു ശരാശരി തന്നു, പഴയ ശരാശരി തന്നിട്ട് പുതിയ ശരാശരി കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പഴയ ശരാശരിയുടെ അതിനകത്ത് എന്ത് പ്രോസസ് ആണോ അവിടെ ചെയ്തത് ആ സെയിം പ്രോസസ് എവിടെ ഇട്ട് ചെയ്യുക? നമ്മളെ പുതിയ ശരാശരിയിൽ, പഴയ ശരാശരിയിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ശരാശരി കിട്ടും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ, മൊത്തത്തിൽ കുളമായോ? ശ്രദ്ധിച്ചേ, 5 സംഖ്യകളുടെ ശരാശരി x ആണ്. ഏതോ ഒരു 5 സംഖ്യകളുടെ ശരാശരി x ആണ്. ഓരോ സംഖ്യയോടും, ആ 5 സംഖ്യകളിലെ ഓരോ സംഖ്യയോടും അവർ എന്ത് ചെയ്യുകയാണ്? 4 വീതം കൂട്ടുകയാണ്. 4 വീതം കൂട്ടിക്കഴിഞ്ഞാൽ പുതിയ ശരാശരി എത്രയാടാ എന്നാണ് ചോദ്യം. നമ്മൾ സിമ്പിൾ ആയിട്ട് ആ
പഴയ ശരാശരിയുടെ കൂടെ എന്ത് ചെയ്താൽ മതി? ആ 4 കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? x+4 ആയിരിക്കും അവിടുത്തെ പുതിയ ശരാശരി എന്ന് പറയുന്നത്. ഇനി 15 സംഖ്യകളുടെ ശരാശരി a ആണ്. ഓരോ സംഖ്യയോടും 3 വീതം ഗുണിച്ചാൽ പുതിയ ശരാശരി എത്രയാണ്? ഓക്കെ, ഏതോ ഒരു 15 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? a ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ 15 സംഖ്യയിലെ ഓരോ സംഖ്യയോടും 3 വീതം ഗുണിച്ചു. 3 വീതം ഗുണിക്കാൻ മീൻസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പുതിയ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? പഴയ ശരാശരിക്കകത്തും സെയിം ഓപ്പറേഷൻ ചെയ്താൽ മതി. a × 3 ആയിരിക്കും എന്ത് ആൻസർ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് a3. ഓക്കെ, a3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് പോകാം. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: തുടർച്ചയായ 13 ഒറ്റ സംഖ്യകളുടെ ശരാശരി 57 ആയാൽ വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഏതോ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സീരീസ്, ഓക്കെ, അതിന് ശരാശരി, അതായത് സെന്ററിൽ കിടക്കുന്ന നമ്പർ, ശരാശരി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സെന്ററിൽ കിടക്കുന്ന നമ്പർ ആണ് ശരാശരി. അത് 57 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനകത്ത് വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ചിലപ്പോൾ വലിയ സംഖ്യയും ചോദിക്കാം, ചെറിയ സംഖ്യയും ചോദിക്കാം. എങ്ങനെയാ നമ്മൾ അത് ചെയ്യാം? പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ 13 ഒറ്റ സംഖ്യകൾ എന്നാണ് പറയുന്നത്. നമുക്ക് ആ 13 കൊണ്ടൊരു പരിപാടിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? 13 അക്കങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 13 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇപ്പുറത്ത് 6, ഇപ്പുറത്ത് 6, നടുക്ക് ഒരു നമ്പർ ഒറ്റയ്ക്ക് വരും അല്ലെ? നമുക്ക് ഇപ്പൊ 13 പകരം 12 ആയിരുന്നുവെങ്കിൽ അതിന്റെ സെന്റർ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ആ നടുക്ക് കിടക്കുന്ന രണ്ടെണ്ണത്തിന് എടുത്ത് ഡിവൈഡഡ് ബൈ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു 13 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. നടുക്ക് ഒരു നമ്പർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ദാ നടുക്കുള്ള നമ്പർ ഇതാണ്. ഓക്കെ, നടുക്കുള്ള നമ്പർ ആണ് ഏത്? നമുക്ക് തന്നിട്ടുള്ള ആവറേജ് ആയ 57. ഇനി ഇപ്പുറത്തോട്ട് 6 എണ്ണം, അപ്പുറത്തോട്ട് 6 എണ്ണം ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 13 അക്കങ്ങളാകും. ഓക്കെ, അപ്പം 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി അപ്പുറത്തേക്കും 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒറ്റ സംഖ്യകളല്ലേ, ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് 57. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒറ്റ സംഖ്യകൾ കൊടുക്കുക, ഇങ്ങോട്ടേക്കുള്ള ഒറ്റ സംഖ്യകൾ കൊടുക്കുക. ഇവിടെ വലിയ സംഖ്യയാണ് ചോദ്യമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കാണ് ആദ്യം പോകേണ്ടത് കേട്ടോ. അങ്ങനെ നോക്കിക്കേ, ആ ഒറ്റ സംഖ്യകൾ ഒന്ന് പറഞ്ഞേ. 57 കഴിഞ്ഞാലുള്ള ഒറ്റ സംഖ്യ ഏതാണ്? 58 പറയുമോ? ഇല്ല, 59 പറയും. ഓക്കെ, 59, 60 ഇല്ല, 61, 62 ഇല്ല, 63, 64 ഇല്ല, 65, 66 ഇല്ല, 67, 68 ഇല്ല, 69. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 69 ആണ്. ഇനി ഇപ്പുറത്തേക്ക് ചുമ്മാ നമുക്ക് പോയിട്ട് ചെറിയ സംഖ്യ കൂടി കണ്ടുപിടിക്കാം. ബാക്കിലോട്ട് വന്നാൽ മതി. 57 നിന്ന് ബാക്കിലോട്ട് വരുമ്പം 57 കഴിഞ്ഞാൽ 56 വരത്തില്ല, 55 വരും, 54 വരത്തില്ല, 53 വരും, 52 വരത്തില്ല, 51 വരും, 50 വരത്തില്ല, 49 വരും, 48 വരത്തില്ല, 47 വരും, 46 വരത്തില്ല, 45 വരും. അപ്പൊ ചെറിയ സംഖ്യ നമുക്ക് കിട്ടി. എത്രയാണ്? 45 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം വലിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം വന്നത്? അത് 69 ആണ്. ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് എത്രയാണ്? അത് 45 ആണ്. മനസ്സിലായോടാ? ക്ലിയർ ആണോ? അപ്പോ തുടർച്ചയായിട്ടുള്ള 13 ഒറ്റ സംഖ്യകളുടെ ശരാശരി 57. ഇതിവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ശരാശരി നമുക്ക് തരികയാണ്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? നമ്മളായിട്ട് പോയി ശരാശരി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവര് ശരാശരി തന്നിട്ട് അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തൊരു ചോദ്യം കൂടി കാണിച്ചു തരാം. നോക്കൂ, തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി 69 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമുക്ക് എന്താണ് 15 ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പുറത്തോട്ട് 7 എണ്ണം, അപ്പുറത്തോട്ട് 7 എണ്ണം, നടുക്ക് കിടക്കുന്നതാണ് 69. ഓക്കെ, അപ്പുറത്തോട്ട് 7 എണ്ണോ ഇപ്പുറത്തോട്ട് 7 എണ്ണോ നടുക്ക് കൂടെ കൂട്ടുമ്പോൾ 15 അക്കങ്ങളാവും അല്ലെ? അപ്പൊ അപ്പുറത്തോട്ട് 7 എണ്ണം നമുക്ക് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇനി ഇങ്ങോട്ട് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഒറ്റ സംഖ്യകളാണ് ചോദ്യം. ഓക്കെ, ഒറ്റ സംഖ്യകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്ത് പോയാൽ മതി. 69 കഴിഞ്ഞാൽ 70 വരത്തില്ല, 71, 72 വരത്തില്ല, 73, 74 വരത്തില്ല, 75, 76 വരത്തില്ല, 77, 78 ഇല്ല, 79, 81. ഓക്കെ, പിന്നെന്താണ്? 83. സോ വലിയ സംഖ്യ നമുക്ക് കിട്ടി 83 ആണ്. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? സോ എന്താ ചെയ്യാം? നമുക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. 69 നിന്ന് ബാക്കിലോട്ട് വന്നാൽ മതി. 68 ഇല്ല, 67, 66 ഇല്ല, 65,
64 63, 62 61, 60 59, 57, പിന്നെ 55. എന്താണ് ഉത്തരം വരുന്നത്? 55 ആണ്. അപ്പം വലിയ സംഖ്യ ചോദിച്ചാൽ എത്രയാണ്? 83 ആണ്. ചെറിയ സംഖ്യ ചോദിച്ചാൽ ഉത്തരം എന്താണ്? 55 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഈ പാറ്റേണുകൾ മനസ്സിലായോ? അതായത് നമ്മളോട് ഒരു സീരീസ് തന്നിട്ട് 15 ഒറ്റ സംഖ്യകളുടെ നടുക്കുള്ള ശരാശരി തന്നിട്ട് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ പറഞ്ഞാല് അതിനെ നമ്മൾ നടുക്ക് കൊണ്ടിട്ട് കൊടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തും എത്ര അക്കങ്ങളുണ്ടോ അതിനെ തമ്മിൽ എന്താ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സീരീസിന് ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒറ്റ സംഖ്യകൾ എക്സ്പാൻഡ് ചെയ്താൽ മതി, ഇരട്ട സംഖ്യകളാണെങ്കിൽ ഇരട്ട സംഖ്യകളെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ആവറേജിന്റെ പകുതിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് തുടർന്നും ഇതിന്റെ ക്ലാസ് വേണം, മാത്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ ബാക്കി എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് വേറെ ടീച്ചർ എടുത്ത് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കമന്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇത് കൊണ്ട് ഉപകാരമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ കമന്റ്സിലൂടെ എനിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വരും. അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ആവറേജ് വേഗത, ശരാശരി വേഗത, ശരാശരി വയസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അടുത്തൊരു ഭാഗം ഉണ്ടാകും. ഇനി അല്ല എങ്കിൽ എന്താണ് കമന്റ്സ് ഒക്കെ എന്താണ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട്, നമ്മളൊരു GK ടോപ്പിക്കുമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഒരു റിവ്യൂ എനിക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് വ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ ഇടുമ്പോൾ പോലും നല്ല വ്യൂസ് കയറുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് ആ വീഡിയോസ് വരുന്നതിന് വരെ കാത്തിരിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ ഒരു ആവശ്യകതയാണ് നമ്മുടെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്യാപ്സ്യൂൾ സെഷനിൽ കാണാം. സോ ഇതിന്റെ കാര്യം പറയാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.